ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരനാകാൻ ശുഭാംശു ഇനിയും കാത്തിരിക്കണം. ഇലോൺ മസ്കിന്റെ ഫാൽക്കൺ റോക്കറ്റിലെ ലിക്വിഡ് ഓക്സിജൻ സംവിധാനത്തിലെ തകരാറ് കാരണം ആക്സിയോൺ 4 ദൗത്യം 4ാം തവണയും വൈകി. 1984 സോവിയറ്റ് പേടകത്തിലേറി രാകേഷ് ശർമ്മ ബഹിരാകാശത്തെത്തിയതിന് 4 പതിറ്റാണ്ടിന് ശേഷമാണ് ഇന്ത്യ അഭിമാന നേട്ടത്തിലേക്ക് കുതിക്കുന്നത്. ആക്സിയോൺ എന്ന സ്വകാര്യ കമ്പനി നാസയുടെ സഹകരണത്തോടെ നടത്തുന്ന വിക്ഷേപണത്തിൽ നമ്മുടെ ISRO മുടക്കുന്നത് 550 കോടി രൂപയാണ്. ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും മലിനീകരണവും പോലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ളപ്പോൾ എന്തിനാണ് നമ്മുടെ രാജ്യം ബഹിരാകാശത്തേക്ക് ഒരാളെ അയക്കാൻ ഇത്രയധികം പണം ചെലവഴിക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ത്യയുടെ ബഹിരാകാശ പരീക്ഷണങ്ങൾ വെറുമൊരു തമാശയല്ലെന്നതാണ് സത്യം. കോടികളുടെ വിദേശ നാണ്യം നേടിത്തരുന്ന വലിയൊരു വ്യവസായമാണ് ബഹിരാകാശ രംഗത്തുള്ളത്. ISROയുടെ വാണിജ്യ വിഭാഗമായ ആൻഡ്രിക്സ് 2023-24 സാമ്പത്തിക വർഷത്തിൽ നേടിയത് 9197 കോടി രൂപയുടെ വരുമാനമാണ്. നിലവിൽ ഇന്ത്യയുടെ ബഹിരാകാശ വിപണി $8.4 ബില്യൺ, അതായത് ഏകദേശം 70,000 കോടി രൂപ മൂല്യമുള്ളതാണെന്നാണ് കണക്ക്. ഏതാണ്ട് 300-ലധികം സ്റ്റാർട്ടപ്പ് കമ്പനികളാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നത്. 2033 എത്തുമ്പോൾ ഈ രംഗത്തെ $44 ബില്യൺ അല്ലെങ്കിൽ 3.7 ലക്ഷം കോടി രൂപ ശേഷിയുള്ളതാക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തി നിരവധി പരീക്ഷണങ്ങൾ നടത്തുന്നതിന് 550 കോടി രൂപ ചെലവിടുന്നത് വലിയൊരു തുകയാണെന്ന് ഒരിക്കലും പറയാനാകില്ല. എല്ലാവരുടെയും പട്ടിണി മാറ്റിയ ശേഷം ബഹിരാകാശത്തെ ഗവേഷണങ്ങൾ നടത്തിയാൽ മതിയെന്ന വാദത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അഭിപ്രായം രേഖപ്പെടുത്താൻ മറക്കരുത്.